Hi students, today we are going to discuss about the cut to vertex, the characterization of cut to vertex. Okay, so first theorem 3.1.6. Okay, theorem is a cut to vertex characterization. Okay, so theorem 3.1.6 നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് തിയർ ആണ്. പക്ഷെങ്കിൽ 3.1.6 വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ തേർഡ് ചാപ്റ്ററിലുള്ള ഫസ്റ്റ് തിയർ ആണ്. അതുകൊണ്ടാണ് 3.1.6 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 6 എന്ന് പറയുന്നത് ആ 3 എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിലുള്ള 6th കണ്ടന്റ്. അതിന്റെ ഇടയിൽ കുറെ റിമാർക്ക് പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്പർ ചെയ്ത പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് 6 വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കട്ട് വെർട്ടെക്സ് എന്ന് പറയുന്ന ഐഡിയ പഠിച്ചിട്ടുണ്ടായിരുന്നു. കട്ട് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിന് എന്ത് പറയാ, കട്ട് വെർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു ഗ്രാഫില് ലൂപ്പ് ഒരിക്കലും എന്താവില്ല, ഒരു കട്ട് വെർട്ടെക്സ് ആവില്ല. ഒരു ഗ്രാഫില് ഒരു ലൂപ്പ് എന്താവില്ല, ഒരിക്കലും ഒരു കട്ട് വെർട്ടെക്സ് ആവില്ല. ലൂപ്പ് എന്താവില്ല, ഒരു കട്ട് വെർട്ടെക്സ് ആവില്ല. അതുപോലെ എന്താവില്ല, കട്ട് എഡ്ജ് ആവില്ല. കട്ട് വെർട്ടെക്സ് എന്നല്ല, കട്ട് എഡ്ജ് ആവില്ല. അതുപോലെ എന്താണ്, ഒരു രണ്ട് വെർട്ടെക്സിന്റെ ഇടയിൽ മൾട്ടിപ്പിൾ എഡ്ജ് ഉണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല, ഈ എഡ്ജും എന്താവില്ല, കട്ട് എഡ്ജ് ആവില്ല. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്, വെർട്ടെക്സിന്റെ എന്താണ്, അതുപോലെ ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്. ഒരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സൈക്കിൾ എന്ന് കൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. ഒരു ഗ്രാഫ് ഒരു സൈക്കിൾ ആണെങ്കിൽ സി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഈ വെർട്ടെക്സ് ഏതൊരു വെർട്ടെക്സിലേക്ക് വന്നിട്ട് ഇത് V1 ഇത് VN ആണെങ്കിൽ ഈ വെർട്ടെക്സ് ഈ വെർട്ടെക്സിലേക്ക് വന്നിട്ട് രണ്ട് വഴികളുണ്ട്. ഒരു സൈക്കിൾ ആണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ രണ്ട് വെർട്ടെക്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു സൈക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏത് വെർട്ടെക്സിലേക്ക് വന്നിട്ടുണ്ടാവും, രണ്ട് UV പാത്ത് ഉണ്ടാവും. ഓക്കെ, അതിനിടയിൽ എന്തുണ്ടാവും, രണ്ട് UV പാത്ത്. അപ്പൊ ഇതിന് നമ്മൾ ഒരു വെർട്ടെക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവില്ല, ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് എന്താവില്ല, ഡിസ്കണക്റ്റഡ് ആവില്ല. ഓക്കെ, ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഈ തിയറങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതിനുള്ള അറിയേണ്ട ഒരു കാര്യമാണ്. എന്താണ്, ഒരു സൈക്കിൾ ആണെങ്കിൽ അതിനകത്ത് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ എന്താവില്ല, ഗ്രാഫ് ഡിസ്കണക്ട്. പക്ഷെ എന്താ, രണ്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ എന്ത് ചെയ്യും, ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എക്സും വൈ ആണ് നമ്മൾ വെർട്ടെക്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ എന്ത് വരും, അവിടെ വെർട്ടെക്സ് കട്ടിൽ എപ്പോഴും എന്തുണ്ടാവും, രണ്ട് എലമെന്റ്സ് ഉണ്ടാവും ഒരു സൈക്കിളിൽ. ഓക്കെ, വെർട്ടെക്സ് കട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വെർട്ടിസസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി നമ്മൾ ഈ പറയാൻ പോകുന്ന ഫസ്റ്റ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, കട്ട് വെർട്ടെക്സിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് ഇവിടെ നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ തിയറി നോക്കാം. എ വെർട്ടെക്സ് വി ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് ജി വിത്ത് അറ്റ്ലീസ്റ്റ് ത്രീ വെർട്ടിസസ് is a cut vertex of G if and only if there exist vertices U and W. There exist vertices U and W of G distinct from V, such that V is in every UW path in G. ഓക്കെ, അതാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏതൊരു തിയറവും നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ അതിന്റെ ഏകദേശം എന്ത് ചെയ്യും, ഒരു 70% പ്രൂഫിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വി എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ഗ്രാഫിലുള്ള ഒരു വെർട്ടെക്സ് ആണ്. അറ്റ്ലീസ്റ്റ് 3 വെർട്ടിസസ് എങ്കിലും ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫിലുള്ള ഒരു വെർട്ടെക്സ് ആണ് ആര്, വി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ വെർട്ടെക്സിന് കട്ട് വെർട്ടെക്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ വെർട്ടെക്സ് ജിയുടെ കട്ട് വെർട്ടെക്സ് ആവുന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയുന്നത്, there exist, ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഓക്കെ, എന്താണ്, there exist vertices U and W. There exist vertices U and W. There exist vertices U and W of G. ജിയില് രണ്ട് വെർട്ടെക്സുകള് എക്സിസ്റ്റ് ചെയ്യും. എന്താണ്, ഡിസ്റ്റിങ്ക്ട് ഫ്രം എന്താണ്, വിന്ന് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള രണ്ട് വെർട്ടെക്സുകൾ എക്സിസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, യുന്ന് ഡബ്ല്യൂയിലേക്കുള്ള എല്ലാ പാത്തിലും ആര് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും, വി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. വി എന്താണെങ്കിൽ കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ. ഓക്കെ, അതാണ് ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വി ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ ജിയില് രണ്ട് വെർട്ടെക്സുകൾ എക്സിസ്റ്റ് ചെയ്യും. ആ രണ്ട് വെർട്ടെക്സുകളുടെ ഇടയിലുള്ള എല്ലാ പാത്തിനുള്ളിലും എന്തുണ്ടാവും, എന്ത് എക്സിസ്റ്റ് ചെയ്യും, വി എന്ന് പറയുന്നത് ഉണ്ടാവും. ഓക്കെ, ഇനി നേരെ തിരിച്ചിട്ട് ഇതിന്റെ റിവേഴ്സ് പാത്ത്. വി ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ്. അതിന്റെ അകത്ത്
സോറി ജി ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ്. അതിനകത്തുള്ള രണ്ട് വേർട്ടെക്സ് ആണ് വി അല്ലാത്ത രണ്ട് വേർട്ടെക്സ് ആണ് ആര് യു ഡബ്ല്യു എന്ന് പറയുന്നത്. രണ്ട് വേർട്ടെക്സ് ആണ്, ഡിസ്റ്റിങ്ക്ട് ഫ്രം വി ആണ്. സച്ച് ദാറ്റ് ഇനി എന്താണ് യു ഡബ്ല്യു പാത്തിന്റെ ഇടയിൽ വി, എല്ലാ യു ഡബ്ല്യു പാത്തിന്റെ ഇടയിലും, അതായത് യു വിയും ഡിസ്റ്റിങ്ക്ട് ആയ രണ്ട് വേർട്ടെക്സ് ആണ്. ഇനി എന്താണ് അതിന്റെ യുന്ന് വിയിലേക്ക് പോകുന്ന എല്ലാ പാത്തിന്റെ ഇടയിലും ആരുണ്ട് വി ഉണ്ടെങ്കിൽ എന്താണ് വി ഒരു കട്ട് വേർട്ടെക്സ് ആണ്. ആ എല്ലാ പാത്തിന്റെ ഇടയിലും വി ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത ഗ്രാഫ് എന്താവും രണ്ട് ഭാഗം ബ്രേക്ക് ആവും. നമ്മൾ അതാണ് എന്ത് പറഞ്ഞത് കട്ട് വേർട്ടെക്സ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ. ഇതാണ് എന്ത് സ്റ്റേറ്റ്മെന്റ് എന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്യണം? വി ഒരു കട്ട് വേർട്ടെക്സ് ആണെന്ന് അസ്യൂം ചെയ്യണം. കട്ട് വേർട്ടെക്സ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എന്ത് പറയണം? ജിയില് രണ്ട് വേർട്ടെക്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ? യുവും ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള എല്ലാ യു വി പാത്തിന്റെ ഉള്ളിലും ആരുണ്ട് എന്ന് പറയണം? വി ഉണ്ട് എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മള് അസ്യൂം ചെയ്യുന്നു സപ്പോസ് ദാറ്റ് V is a cut vertex of G. V എന്ന് പറയുന്നത് എന്താണ്? ജിയുടെ ഒരു കട്ട് വെർട്ടെക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? This implies we can say that എന്താണ് V difference G difference V. G ന്ന് നമ്മൾ V റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് is disconnect. അതെന്താണ്? ഡിസ്കണക്ട്. അതെന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? Therefore there exist at least two components. രണ്ട് കോമ്പണന്റ് ഉണ്ടാവും. Two component G1, two component say G1 and രണ്ട് ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ടു കോമ്പണന്റ് എങ്കിലും ഉണ്ടാവും. ഓക്കെ, രണ്ട് എന്തുണ്ടാവില്ല, രണ്ട് കോമ്പണന്റ് ഈ കോമ്പണന്റ് അപ്പുറത്തെ കോമ്പണന്റിലേക്ക് എന്തുണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കാം? നമ്മൾ എടുക്കുന്നു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് there exist two vertices u and w of G. ജിയിലെ രണ്ട് വെർട്ടെക്സുകൾ എക്സിസ്റ്റ് ചെയ്യണം. ഇനി യുന്ന് വിയിലേക്കുള്ള എല്ലാ യുന്ന് ഡബ്ല്യൂയിലേക്കുള്ള എല്ലാ പാത്തിലും ആരുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം? വി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തെടുക്കുന്നു? ലെറ്റ് u belongs to G1, u belongs to G1 and w belongs to G2. w belongs to G2. u എന്തെടുത്തു? G1 എന്നെടുത്തു. ഇവിടെ എന്തെടുത്തു? G2. ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ടായത് അത് റിമൂവ് ചെയ്തപ്പോൾ എന്തായി? ഗ്രാഫ് രണ്ട് ഡിസ്കണക്ട് ആയി. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ഗ്രാഫിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യണം? രണ്ട് വെർട്ടെക്സുകൾ ഉണ്ടാവണം. ആ രണ്ട് വെർട്ടെക്സുകളുടെ എന്താണ് ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റേ വെർട്ടെക്സിലേക്കുള്ള എല്ലാ യു വി പാത്തിലും ആരുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമായിരുന്നു? വി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. ഇനി നമുക്ക് ക്ലിയർ ആണ്, ഒബ്വിയസ് ആണ്. എന്താണ് ഇത്? ഇവിടെയുള്ളത് ജി എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഗ്രാഫ് ഇങ്ങനെ ഇവിടെ ഒരു കോമ്പണന്റ് ഇവിടെ ഒരു കോമ്പണന്റ്, ഇതിന്റെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വെർട്ടെക്സ് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇത് കട്ട് വെർട്ടെക്സ് ആയിട്ട് റിമൂവ് ചെയ്തപ്പോൾ ഈ കണക്ഷൻ അങ്ങ് ബ്രേക്ക് ആയി. രണ്ട് സ്ഥലങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കോളേജും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ രണ്ട് കോംപ്ലക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരു വഴി ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടും എന്തോ സ്പ്ലിറ്റ് ആവും. അതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. അങ്ങനെയാകുമ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ഏതൊരു വെർട്ടെക്സ് എടുത്താലും ഇതിൽ ഉള്ള വെർട്ടെക്സ് എടുക്കുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ എന്തുണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതേപോലെ നമ്മൾ എന്തെടുത്തു? G1 എന്നൊരു വെർട്ടെക്സ് എടുത്തു, G2 എന്ത് ചെയ്തു? വേറൊരു വെർട്ടെക്സ് എടുത്തു. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? There exist രണ്ട് വെർട്ടെക്സുകൾ G ഉണ്ടാവണം. അവരുടെ എല്ലാ പാത്തിലും എന്തുണ്ടാവണം? UW പാത്തില് ആരുണ്ടാവണം? V ഉണ്ടാവണം. അത് ഒബ്വിയസ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ്? U ഇവിടെയുള്ളത് G1 ഉള്ളത്, W ഇവിടെയുള്ളത് G2 ഉള്ളത്. അപ്പൊ എന്ത് വരും? യുന്ന് ഡബ്ല്യൂയിലേക്കുള്ള എല്ലാ പാത്തിന്റെ ഇടയിലും വി ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോ എന്തായിട്ട് മാറുന്നത്? രണ്ട് കോമ്പണന്റിലായിട്ട് മാറിയത്. ഇനി ഏതെങ്കിലും ഒരു പാത്ത് വി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നമുക്ക് വിന്ന് ജിയിലേക്ക് അല്ല വിന്ന് ഡബ്ല്യൂയിലേക്ക് യുന്ന് ഡബ്ല്യൂയിലേക്ക് പോകാൻ ഒരു വഴി ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഇതെന്താവില്ല, കോമ്പണൻസ് ആയി മാറില്ല, ഡിസ്കണക്റ്റഡ് ആവില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ എന്താണ്? അവരുടെ ഇടയിലുള്ള എല്ലാ പാത്തിലും ഇത് ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്തപ്പോ ബ്രേക്ക് ആയി. പിന്നെ എന്തുണ്ടാവില്ല, ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ വേറൊരു വഴിയില്ല. ഓക്കെ, അപ്പൊ എന്താണ്? ഇത് ഒബ്വിയസ് ആണ്. എന്തുകൊണ്ട്? ഇവിടെ അങ്ങനെ രണ്ട് വെർട്ടെക്സ് എടുക്കുന്നുണ്ട്. ആ രണ്ട് വെർട്ടെക്സിൽ ഇവിടെ നിന്ന് എടുത്താൽ മതി, രണ്ട് കോമ്പണന്റ് ആയിട്ട് എടുത്താൽ. ഇനി അങ്ങനെയല്ല, അതർവൈസ് അങ്ങനെയല്ലെങ്കിൽ എന്താണ്? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് എന്ത് പറയാൻ പറ്റും? എവരി വി ഈസ് ഇൻ എവരി യു ഡബ്ല്യു പാത്ത് ഇൻ ജി ആണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ഈസ് ഇൻ എവരി യു ഡബ്ല്യു പാത്ത് ഇൻ ജി. യു ഡബ്ല്യു പാത്തിൽ എല്ലാ യു ഡബ്ല്യു പാത്തിന്റെ ഉള്ളിൽ ആരുണ്ട്? വി ഉള്ളത്, വി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് രണ്ടും അതായത് രണ്ട് കോമ്പണന്റിലായത്. അങ്ങനെ അല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഇത് രണ്ടും രണ്ട് കോമ്പണന്റിലാവില്ലായിരുന്നു. ഇനി അതർവൈസ് അങ്ങനെയല്ലെങ്കിൽ എന്താ വരിക? അതർവൈസ് എന്താ വരിക? യുവും ഡബ്ല്യു എന്തായിരിക്കും? ബിലോങ്സ് ടു
സെയിം കോമ്പണന്റ്. സെയിം കോമ്പണന്റ്. ഓക്കെ, സെയിം കോമ്പണന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണ് therefore എന്താണ് v is in every UW path in G. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം കിട്ടി. ഇനി അതർവൈസ് അങ്ങനെ അല്ലെങ്കിൽ എന്താ വരിക, രണ്ട് കോമ്പണന്റിലല്ലാണ്ട് നമ്മൾ ഒരു കോമ്പണന്റ് അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇങ്ങനെയല്ല. അതായത് വിന്റെയും യുവിന്റെയും ഡബ്ല്യുവിന്റെയും ഇടയിലുള്ള എല്ലാ പാത്തിലും വി ഇല്ല. യുവിന്റെയും ഡബ്ല്യുവിന്റെയും ഇടയിലുള്ള എല്ലാ പാത്തിന്റെ ഉള്ളിലും വി എന്ന് പറയുന്ന വെർട്ടെക്സ് ഇല്ല എന്ന് വെച്ചു. വി എന്ന് പറയുന്ന വെർട്ടെക്സ് ഇല്ല എന്ന് അത് റിമൂവ് ചെയ്താലും ഇപ്പോഴും എന്തുണ്ടാവും, യുന്ന് ഡബ്ല്യൂയിലേക്ക് പോകാൻ വഴിയുണ്ടാവും. യുന്ന് ഡബ്ല്യൂയിലേക്ക് പോകാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, യുവും ഡബ്ല്യു എന്തായിരിക്കും, ഒരേ കോമ്പണന്റിലായിരിക്കും. ഒരേ കോമ്പണന്റിലായിരിക്കും. ഒരേ കോമ്പണന്റ് ഉണ്ടാവുക. അങ്ങനെയായാലും പ്രൂഫ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, അങ്ങനെ രണ്ട് വെർട്ടെക്സുകൾ ഈ ഗ്രാഫിൽ വി കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്താൽ എന്തുണ്ടാവണം, അത് കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ രണ്ട് വെർട്ടെക്സുകൾ ഉണ്ടാവണം. ആ രണ്ട് വെർട്ടെക്സിന്റെ ഇടയിൽ നിന്ന് ഒരു വെർട്ടെക്സിന് മറ്റേ വെർട്ടെക്സിലേക്ക് പോകുന്ന എല്ലാ ഇതിലും എന്തുണ്ടാവണം എന്നാ പറഞ്ഞത്, വി ഉണ്ടാവണം എന്നാണ്. അപ്പൊ ഇപ്പൊ എന്തായിട്ടുണ്ട്, ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ട് രണ്ട് കോമ്പണന്റ് ഉണ്ട്. അപ്പൊ എന്താണ്, ഇതിന്റെ അകത്ത് ഒരു കോമ്പണന്റ് ഇതിന്റെ ഈ കോമ്പണന്റ് ഒന്നും ഈ കോമ്പണന്റ് ഒന്നും എടുത്താൽ തന്നെ നമ്മുടെ പ്രൂഫ് എന്തായി, സാറ്റിസ്ഫൈ ആയി. ഓക്കെ, ഇനി അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്താണ്, അവര് രണ്ടുപേരും ഒരു കോമ്പണന്റിൽ വരാണ്. അത് നമുക്ക് ആവശ്യമില്ലല്ലോ, കാരണം ഓൾറെഡി ഒരു കോമ്പണന്റിൽ വരുന്നതാണ്. രണ്ട് കോമ്പണന്റിലും വന്നിട്ട് ഒരു പാത്ത് വി ഉൾക്കൊള്ളുന്ന പാത്തില്ല, അത് ഉറപ്പാണ്. ഓക്കെ, പിന്നെ എന്താണ് അവർ വരാൻ ചാൻസ് ഉള്ളത്, എന്താണ് അവർ രണ്ടുപേരും ഒരു കോമ്പണന്റിൽ വരിക. അത് നമ്മളിവിടെ ബാധിക്കുന്നില്ല. കാരണം എന്ത് ചെയ്താൽ ഇതിനകത്ത് ഒന്ന് ഒഴിവാക്കിയിട്ട് അപ്പുറത്തേലുള്ള ഒന്ന് നമ്മൾ എടുത്താൽ മതി വീണ്ടും. കാരണം നമുക്ക് എന്തേ പറയുള്ളൂ, അങ്ങനെ രണ്ടാൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ആ രണ്ടാൾക്കാരുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അങ്ങനെ എല്ലാത്തൊരു കേസിലാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ വെർട്ടെക്സുകൾ എന്താ വരുക ഇതിന്റെ അകത്ത്, അല്ലെങ്കിൽ രണ്ട് വെർട്ടെക്സും എന്താ വരുന്നത് ഇതിന്റെ അകത്താണ് വരുന്നത്. ഓക്കെ, അല്ലാത്തൊരു കേസിൽ എന്തുണ്ടാവില്ല, വിയിലൂടെ പാസ് ചെയ്ത് പോകാത്ത യുന്ന് ഡബ്ല്യൂയിലേക്ക് പോകുമ്പോൾ വിയിലൂടെ പാസ് ചെയ്ത് പോകാത്ത എന്തുണ്ടാവില്ല, പാത്ത് ഇതിന്റെ അകത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് എന്ത് പറഞ്ഞത് നമ്മള് പ്രൂഫ് പറഞ്ഞത്. ഓക്കെ, ഇനി കോൺവേഴ്സ്ലി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, കോൺവേഴ്സ്ലി തിരിച്ചെന്ത് പ്രൂവ് ചെയ്യണം, കോൺവേഴ്സ്ലി നമ്മൾ എന്ത് കോൺവേഴ്സ്ലി എന്താണ്, കോൺവേഴ്സ്ലി നമ്മൾ എന്ത് ചെയ്യും, ദ കണ്ടീഷൻ ഓഫ് ദി തിയറം ഈസ് ഹോൾഡ്. തിയറത്തിന്റെ കണ്ടീഷൻ, അതായത് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം, എന്താണ്, there exist vertices, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണം, conversely there exist vertices u and w of G. Conversely suppose that there exist vertices. Conversely അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ദി തിയറം ഹോൾഡ് എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, conversely suppose that there exist, ഞാൻ ഇവിടെ എഴുതുന്നില്ല, എന്താണ് ഇതിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരുന്നത്, conversely suppose that there exist u and v of G distinct from v, u and w of G distinct from v such that v is in every UW path in G ആണ്. അതിന് പകരം എന്ത് ചെയ്താൽ മതി, കണ്ടീഷൻ ഓഫ് ദി തിയറം ഹോൾഡ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കോ, കണ്ടീഷൻ ഓഫ് ദി തിയറം ഹോൾഡ് എന്ന് ഞാനിപ്പോ ജസ്റ്റ് എഴുതി. അപ്പൊ തിയറം ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്, വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എന്താണ്, we want to prove that എന്താണ്, v is a cut vertex of G എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. കട്ട് വെർട്ടെക്സ് ഓഫ് G എന്ന്. ഇനി കട്ട് വെർട്ടെക്സ് ഓഫ് G എങ്ങനെയാ പ്രൂവ് ചെയ്യുക, കട്ട് വെർട്ടെക്സ് ഓഫ് G എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ വെർട്ടെക്സ് ആ ഗ്രാഫ് നിന്ന് റിമൂവ് ചെയ്ത ഗ്രാഫ് എന്താവണം, ഡിസ്കണക്റ്റഡ് ആവണം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഇതിന് എന്താ പറയാ, കട്ട് വെർട്ടെക്സ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ജിയില് എന്തുണ്ട്, നമ്മൾ എന്താ അസ്യൂം ചെയ്തിരിക്കുന്നത്, ജിയില് രണ്ട് വെർട്ടെക്സുകൾ, അറ്റ്ലീസ്റ്റ് രണ്ട് വെർട്ടെക്സുകൾ ഉണ്ട്. there exist vertices എന്നാണ്, രണ്ടോ അതിൽ കൂടുതലോ ഇങ്ങനെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ രണ്ടാളെങ്കിലും ഉണ്ട്. ആരാണ്, യുവും ഡബ്ല്യു എന്ന് പറയുന്ന രണ്ടാളുണ്ട്. അവരുടെ ഇടയിലുള്ള എല്ലാ പാത്തിന്റെ ഇടയിലും എന്തുണ്ട്, എല്ലാ പാത്തിന്റെ ഇടയിലും ആരും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വിയിലൂടെ യുന്ന് ഡബ്ല്യൂയിലേക്ക് വഴി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിലൂടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഡബ്ല്യൂയിലേക്ക് പോകാൻ പറ്റും. അല്ല വേറെ വഴി ഉണ്ടെങ്കിൽ അതിങ്ങനെ വന്നിട്ട് ഇതിലൂടെ മാത്രമേ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂ, ഡബ്ല്യൂ. ഇനി ഒരുപാട് വഴി ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഏതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഇതും ഇതിന്റെ കൂടെ കുറെ വെർട്ടെക്സ്, ഇവിടെ നിന്നൊക്കെ കുറെ വെർട്ടെക്സുകളൊക്കെ ചേർന്നിട്ടാണ് ആരുള്ളത്, ജി എന്ന് പറയുന്ന ഗ്രാഫിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ റിമൂവ് ചെയ്താൽ എന്ത് വരും, ഇത് റിമൂവ് ചെയ്താൽ യുന്ന് വിയിലേക്ക് എന്തുണ്ടാവില്ല, പാത്ത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മള് എന്ത് ചെയ്യുന്നു, in G minus V എന്ന് പറഞ്ഞാൽ
ജിന്ന് വി എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്തു. അപ്പൊ അതിനൊക്കെയായിട്ട് അതിനകത്തേക്ക് ഇൻസിഡന്റ് ചെയ്ത് എഡ്ജസ് ഒക്കെ കട്ടാവും. ഇൻ ജി മൈനസ് വി യു ആൻഡ് ഡബ്ല്യു ബിലോങ്സ് ടു ഡിഫറെന്റ് കോമ്പണന്റ്. അല്ലെ, രണ്ട് കോമ്പണന്റ് വരിക. അല്ലെങ്കിൽ ഇൻ ജി മൈനസ് വി there is no uv path between u and w. കാരണം എല്ലാത്തിലും ആരുണ്ടായിരുന്നു, യു ഉണ്ട്. യു ഒഴിവാക്കി കഴിഞ്ഞാൽ there is no uw path അല്ലെങ്കിൽ uv path അല്ല uw path in g minus ജിയിലുണ്ട് uw path ഉണ്ട്. കാരണം ജി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എന്തുണ്ട്, എല്ലാ വെർട്ടെക്സിനും ബാക്കിയുള്ള വെർട്ടെക്സിലേക്ക് എന്തുണ്ട് പാത്ത് ഉണ്ട്. പക്ഷെ എന്തില്ല, ജി മൈനസ് വിയില് എന്തുണ്ടാവില്ല, യുന്ന് ഡബ്ല്യൂയിലേക്ക് എന്തില്ല, വഴിയില്ല. അപ്പോഴെന്തായി, അതിന്റെ കണക്റ്റഡ്നെസ് ബ്രേക്ക് ആയി. അപ്പം ഗ്രാഫ് എന്താന്ന് പറയാൻ പറ്റില്ല, ജി മൈനസ് വി ഇസ് നോട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ ജി മൈനസ് വി ഇസ് ഡിസ്കണക്റ്റഡ്. ഒന്നിക്കൽ രണ്ട് കോമ്പണന്റ് ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, ജി മൈനസ് വി എന്ന് പറയുന്ന പുതിയ വെർട്ടെക്സ് ഡിലീറ്റഡ് ഗ്രാഫില് യുന്ന് ഡബ്ല്യൂയിലേക്ക് എന്തില്ല, പാത്തില്ല. യുന്ന് ഡബ്ല്യൂയിലേക്ക് പാത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ വെർട്ടെക്സിലേക്കും പോകാൻ പാത്തുണ്ടെങ്കിൽ അതിനെ കണക്റ്റഡ് എന്ന് പറയും. അങ്ങനെയാകുമ്പോ എന്താണ്, ജി മൈനസ് വി ഇസ് ഡിസ്കണക്റ്റഡ്. ജി മൈനസ് വി ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ഒരു വെർട്ടെക്സ് ഒരു ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അത് ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore v is a cut vertex. ഇതാണ് എന്ത് പ്രൂഫ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, കട്ട് വെർട്ടെക്സിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ് പറഞ്ഞത്. ഒരു സാധനം കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഗ്രാഫിൽ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് രണ്ട് വെർട്ടെക്സ് അല്ലെങ്കിൽ there exist vertices ഒരുപാട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നെങ്കിലും ഒരു പേരെങ്കിലും ഉണ്ടായാൽ മതി, ഉണ്ടാവും. ആ വെർട്ടെക്സിന് എന്ത് ചെയ്യണം, മറ്റേ വെർട്ടെക്സിലേക്ക് പോകുന്ന എല്ലാ പാത്തിന്റെ ഉള്ളിൽ ആരുണ്ടാവും, വി എന്ന് പറയുന്ന ഈ കട്ട് വെർട്ടെക്സ് എന്ന് പറയുന്ന സാധനം ഉള്ളത് ഉണ്ടാവും. ഓക്കെ, തിരിച്ചു അതുപോലെ തന്നെയാണ്. എല്ലാ വെർട്ടെക്സും എന്താണ്, ഏതെങ്കിലും രണ്ട് വെർട്ടെക്സിന്റെ ഇടയിൽ നിന്ന് പോകുന്ന പാത്തില് എല്ലാത്തിലും വി ഉണ്ടെങ്കിൽ ആ വി എന്തായിരിക്കും, കട്ട് വെർട്ടെക്സ് ആയിട്ട് മാറും. ആരുടെ, ജിയുടെ കട്ട് വെർട്ടെക്സ് ആയിട്ട് മാറും. ഇതാണ് 3.1.